തന്നെ മറുപടി കൊടുത്തോളൂ. അതിനോടൊപ്പം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ഒരു സുരക്ഷാക്രമികൾ ഒരു പാവ മനുഷ്യർ ഇറങ്ങി പണിയെടുക്കേണ്ട ഗതികേട് അതല്ല. നമ്മളവിടെ കണ്ടതാണ് ഫയർഫോഴ്സിലെ പാവം കുറച്ച് ഉദ്യോഗസ്ഥർ അവർ ചെയ്യുന്ന പണി എന്താണ്? അവരുടെ പണി രക്ഷാപ്രവർത്തനമാണ്. അവിടെ അവർ ചെയ്തത് മാലിന്യം മാറ്റലാണ്. അത് തലസ്ഥാന നഗരിയിൽ നമ്മൾ അവരെ സല്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ആ കാഴ്ച ഉണ്ടാക്കിയ നാണക്കേട് നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ പറയുന്ന എൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് മറക്കാൻ പറ്റുമോ? ഈ പറയുന്ന ജോയിയെ ഏതെങ്കിലും കാലത്ത് മലയാളിക്ക് മറക്കാൻ പറ്റുമോ? ജോയിയൊക്കെ ഇപ്പം കുറച്ച് മലയാളികൾ ഓർത്തിരിക്കും. കാരണം ഈ ഒരു പെയിൻ മനസ്സിലായിട്ടില്ല. അല്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ സമ്പന്നരോ ഒന്നും ജോയി ഓർക്കേണ്ട കാര്യമില്ല. ഇതിൽ നേരത്തെ യുവരാജ് പറഞ്ഞ ഒരു കാര്യം പറയാനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ ടോയ്ലറ്റ് ആണ് ഇന്ത്യൻ റെയിൽവേ ആണ്. അവരിപ്പോഴും ടോയ്ലറ്റ് വേസ്റ്റ് ഇപ്പോഴും പരസ്യമായിട്ട് അന്നും ഇന്നും ഒരേ സിസ്റ്റം, ട്രാക്കിലിടുന്ന ആ സിസ്റ്റം തന്നെയാണല്ലോ അവർക്കുള്ളത്. അത് ക്ലീൻ ചെയ്യാൻ ഒരു മറ്റ് സംവിധാനങ്ങൾ ഇന്നേ വരെ റെയിൽവേക്ക് ഉണ്ടായിട്ടില്ല. എവിടെ അത് വീഴുന്നോ അവിടെ തന്നെ പോയി മനുഷ്യരെ കൈകൊണ്ട് അവിടെ വീണ വേസ്റ്റും പേപ്പറും മനുഷ്യരെ കൈകൊണ്ട് എടുക്കുന്ന ദൃശ്യം ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട്. അല്ലല്ല, നോക്കാനുള്ള മര്യാദ ഇല്ലെന്നല്ല. ഇന്ന് ഒരു വർഷം ഓട വൃത്തിയാക്കാൻ ഇറങ്ങുന്നത് മനുഷ്യരാണ് ഈ രാജ്യത്ത് മരിച്ചു. അങ്ങനെ പോകലെന്നല്ല, നമ്മൾ ഈ ജോയിയെ തപ്പിയ ടണലിനകത്തൊരു പൈപ്പ് നമ്മൾ കണ്ടു. ആ പൈപ്പ് കക്കൂസിന്റെ പൈപ്പാണ്. യുവരാജ് ഗോകുൽ, നമ്മൾ ഈ ടണലിനടിയിൽ ഒരു പൈപ്പ് കണ്ടു. കക്കൂസിന്റെ പൈപ്പാണ്. അടപ്പ് പോലും ഇല്ല, തുറന്നു വെച്ചേക്കായിരുന്നു അകത്തോട്ട്. ഇവിടുത്തെ പ്രശ്നം ഇവിടെ അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ട്രെയിനുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മാലിന്യം കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുക. അത് വൃത്തിയാക്കാത്തത് ഈ ഭരണകൂടത്തിന്റെ മെന്റാലിറ്റിയാണ്. ആ മാലിന്യം ഓപ്പൺ ആയിട്ട് ഇട്ടിരിക്കുന്ന ആ ടോയ്ലറ്റ് വേസ്റ്റ് പോകുന്നത് അത് ഭരണകൂടത്തിന്റെ മെന്റാലിറ്റി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. അതായത് നിങ്ങൾക്കത് പൊള്ളത്തില്ല, ഞങ്ങൾക്കത് പൊള്ളും. ഇവിടുത്തെ സാധാരണക്കാരനും സമ്പത്തില്ലാത്തവനും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരും കൈകൊണ്ട് ഈ വേസ്റ്റ് എടുത്ത് അവൻ തന്നെ ആ നാറുന്ന ടോയ്ലറ്റിന്റെ ആ വെള്ളം ഞങ്ങള് ഉള്ള കാര്യം പറയാനാണ്. എനിക്കറിയില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ ഞങ്ങൾ പറയുന്ന മാനസിക ഒരു വർഷം പിന്നെ 100-ൽ പരം സ്വീവേജ് തൊഴിലാളികൾ ഇവിടെ മരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് നാളും 6 വർഷം മുന്നെയാണ് ആറ്റുകാലിൽ 3 പട്ടികജാതി വിഭാഗത്തിലുള്ള ആൾക്കാരാണ് സ്വീവേജിൽ ഇറങ്ങിയിട്ട് മരണപ്പെട്ടത്. ഇവിടെ മരിക്കുന്നതിൽ ഇവിടെ ഇപ്പൊ അടിസ്ഥാന വിഭാഗത്തിലെ ആൾക്കാരാണ്. ഇവിടുത്തെ ഒരു സവർണനോ ഒരു ബ്രാഹ്മണനോ ഒരു നായരോ ഇവിടെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനോ ഒരു മുസ്ലിമോ പോയി ഈ സ്വീവേജിൽ ഇറങ്ങിയിട്ട് അങ്ങനെ എപ്പോഴെപ്പോഴും മരിക്കുന്നില്ല. ഇവിടെ ഈ തൊഴിൽ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട കുറെ മനുഷ്യരുണ്ട്. ഇവിടെ സർക്കാർ EWS കൊണ്ടുവന്ന സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോ എന്തുകൊണ്ട് ഈ മാലിന്യം കോരുന്ന ആൾക്കാർക്കിടയിൽ നിങ്ങൾ എന്തുകൊണ്ട് സാമ്പത്തിക സംവരണത്തിന്റെ ആൾക്കാരെ നിങ്ങൾ അതിൽ വെക്കുന്നില്ല? അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലുള്ള ജോലിക്ക് മാത്രം EWS മതിയോ? അപ്പൊ കൊല ചെയ്യപ്പെടാനും പിന്നെ അട്ടപ്പാടിയിൽ 169 ശിശുക്കൾ മരിച്ച പോലെ ഈ അടിസ്ഥാന വിഭാഗത്തിന്റെ ആൾക്കാർ മാത്രം ഇങ്ങനെ ചത്തൊടുങ്ങിയാൽ മതിയോ? ധന്യ പറയുന്നത് കുറച്ചുകൂടി ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട മറ്റൊരു ഗുരുതരമായ പ്രശ്നമാണ്. ഞാൻ എത്താം.